ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? ഈ ലെസ്പ്ലിക്കകത്ത് നമ്മളുണ്ടാക്കിയായിരുന്നു ആർമറിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ട്രേഡിങ് ഹാള് അല്ലേ? ആണെന്ന് തോന്നുന്നു. അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നോക്കാം. ആ കാണുന്നതാണ് നമ്മുടെ ആ സ്ഥലം. അപ്പം ഞാൻ ഇവിടെ അന്ന് ഫാമിലി ഒരു AFK ഇരിക്കലാണ്. കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് വിശദമാക്കി തരാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇവിടെ വല്ലപ്പോഴൊക്കെ വേൾഡിൽ കയറി. അപ്പോൾ ഇന്നലെ വേൾഡിൽ കയറിയപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത് കുറേ പണി ചെയ്യാനുണ്ടെന്ന്. അവിടെ ഇന്നലെ തന്നെ തീർക്കുമായിരുന്നു. അതുകൊണ്ടാണ് ലൈവും ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാനത്. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാൻ നേരെ വന്ന് ഫാമിൽ നിൽക്കുവാണ്. എനിക്ക് കുറച്ച് എമറാൾഡിൻ്റെ ആവശ്യമുണ്ട്. തൽക്കാലം ഇപ്പം എൻ്റെ 20 ഉള്ളു. പിച്ചക്കാരനായി തമ്മിലാണ്ട് മനസ്സിലായി കാണുമല്ലോ. ലാവാ ഫാം എന്ന് പറയാൻ പറ്റൂല, എന്നാലും എനിക്ക് ലാഭ ആക്കാനുള്ള വഴി. നമുക്ക് ഇനി ഉണ്ടാക്കുന്ന ഫാമിലൊക്കെ ലാഭ ആവശ്യം വരും. അതായത് ഈ ഒറ്റ ലാവയുണ്ട്, ഞാനും ഉണ്ട് ഈ വെള്ളി. ഇനി രണ്ടാമത് ലാവ ഇപ്പം പോകാനാണെങ്കിൽ പ്ലാൻ ഇന്നങ്ങനെ കിട്ടൂല. എനിക്കിനി ഒരുപാട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ലാവ നമ്മൾ അൺലിമിറ്റഡ് ലാവയാക്കാൻ പോവുക. അതായത് എനിക്കൊരു ലാവ ഫാം കൂടെ ഫസ്റ്റ് ഉണ്ടാക്കണം. ആ ലാവ ഫാം ഉണ്ടാക്കാനുള്ള ഏരിയ ഇതെടുക്കാം. അപ്പോൾ ഇവിടെ ഇത്തിരി ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യണം. കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ ലാവ ഫാമായിട്ട് എടുക്കാം. അതാകുമ്പം ഫാം വന്ന് ഇതും ഇതായിക്കോളും. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വെരി ക്ലോസ് ആണ്. 29K ഇന്ന് തന്നെ അടിക്കണം. ഈ വീഡിയോയുടെ ശേഷം 29K അടിക്കുമോ? ഓക്കെ, അതൊക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് നമുക്ക് അവന് കൊടുക്കാം, ആ വില്ലേജറിന്. അപ്പം ഞാൻ ഇത്രയും ദിവസം ഇവിടെ എന്ത് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കത് ബിൽഡിങ്ങിന് ആവശ്യം വരുമായിരുന്നു. ഒരു ഐറ്റം പേരെന്തതിൻ്റെ ഡാർക്ക് ഓക്ക് ഇത് വെച്ച് വീടുണ്ടാക്കുവാണെങ്കിൽ കറുത്ത കളറിലിരിക്കും. എൻ്റെ മോന്ത കറക്റ്റ് അതേ കളറാണ്. കറുത്ത കളറുള്ള വീട് കാണാൻ വിരി കൂടായിരിക്കും. അപ്പോൾ ഒരു 4 വായിച്ചേക്കാം അല്ലേ? 4. താങ്ക് യു. ഓക്കെ, 4 വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം അമറാളൊന്നും 4-3 സ്റ്റാക്ക് അയണെടുക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ഒരു 10 കിട്ടിയാൽ തന്നെ ധാരാളമായിരിക്കും. 10 കിട്ടി. ഫസ്റ്റ് നമുക്ക് ഡയമണ്ട് ആർമർ വാങ്ങാം, എന്നിട്ട് സോഡ് വാങ്ങാം, എന്നിട്ട് നമുക്ക് പണിയിലോട്ട് പോവാം. ഫസ്റ്റ് അവിടെ പോയിട്ട് ഞാൻ ഫാമിൽ പോയി ഇത്തിരി നേരം AFK കിട്ടാം. നമ്മുടെ ഫാം ഭയങ്കര സ്ലോ ആട്ടാ. ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടുന്ന ഫാം ഇപ്പോൾ ഭയങ്കര സ്ലോ, മടിയനായ ഫാം അത്. ഇനി കുറച്ച് ഗെയിമിൻ്റെ പറയും എത്ര അയണായി കാണുമെന്ന്. അങ്ങനെ ഗൈസ്, ഞാൻ ഏകദേശം കുറച്ച് നേരം AFK കുറച്ച് നേരം കാരണം KCB ചതിച്ചു. അത് അവന്മാർ കറണ്ട് ഓഫാക്കി ഇനി 6 മണിക്ക് വരെ എന്നുള്ള നോട്ടീസ് ബോർഡ് തന്നു. അങ്ങനെ നിനക്കറിയാലോ, ഞാൻ 5:59 വീടിടുന്നത്. അതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇന്നിടാം. എങ്ങനെ നോക്കിയാലും ലാഭം. കുഴപ്പമില്ല അല്ലേ? ഏകദേശം ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് എന്തായാലും കിട്ടും. ഇത് തിരിച്ച് അങ്ങോട്ട് ഇട്ടായിരുന്നു. 3 എഴുതാം. വായിക്കത്തില്ല. 3 എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 ഇത്തിരി കൂടെ ലാഭവും. അതുകൊണ്ട് ഇപ്പോഴും 3 തരുന്നേ. അവിടെ ഇപ്പം തന്നെ 34 നീ 3 രൂപ 4 ഇവരെത്തിയിട്ടില്ല. അനേബിൽ എത്തിച്ചോളാം. 4 അപ്പുറത്ത് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. വൈദ്യപൈ എൻ്റെ XP എന്താ പറയുന്നത് 41 ഉണ്ട്. ചാവാത്തോണ്ട് ചത്തോളൂ, വൈകാതെ ചത്തോളൂ. എല്ലാവരും 4 വയ്ക്കുന്നത്. 4 ഇത് കായിക അവന്മാരുന്നു. അപ്പോൾ അവന്മാരാണെങ്കിൽ എന്തോ പറയുന്നത് ഇത്തിരി വില കുറയ്ക്കും. ആർമറിൻ്റെ അയം കൊടുക്കുവാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് അടയാത്തെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി ആർമറൊക്കെ അങ്ങനെ വാങ്ങാൻ കഴിയും. ഇതണ്ട വില കുറയ്ക്കുന്നുണ്ട. അപ്പോൾ നമുക്ക് ഇവൻ്റെ വാങ്ങാൻ പറ്റൂലേ?
ഓക്കെ 3 ഉള്ളു. 3 ഇനി ആരെങ്കിലും എടുക്കുമോ? എന്തായാലും ആവട്ടെ. 58 എമറാൾഡ്. അപ്പോൾ ആർമർ വാങ്ങാം ഫസ്റ്റ്. ഇവൻ്റെ എനിക്ക് മുഴുവൻ വാങ്ങാൻ പറ്റില്ല. തൽക്കാലം ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഇത് വാങ്ങാൻ തകി. ഇത് ബാക്കി എനിക്ക് വേണ്ടത് ഒരു 40 കൂടെ മതി. 40 ഇന്നലെ വരെ, കുറച്ച് ദിവസം വരെ ഞാൻ റിച്ച് ആയിരുന്നു. ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിച്ചപ്പോൾ ഞാൻ ദരിദ്രവാസിയായി. പെട്ടെന്ന് അവിടെ ഡയമണ്ട് ആർമർ ആയാൽ മതി. എൻ്റെ ചെസ്റ്റിനെത്തി ചിലപ്പോൾ ഭാഗ്യയുടെ ഒരു സ്റ്റാക്ക് കിടപ്പുണ്ടാവും. എൻ്റെ മണ്ടത്തരം കാരണം എവിടെയെങ്കിലും വെച്ച് കാണും. ഇല്ല, ചെസ്റ്റിനെത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വീട് വരെ പോകേണ്ടി വരും. ഇനി ഇങ്ങനെ തന്നെ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും AFK പോകുന്നു. ഒരു 10-15 മിനിറ്റ് നോക്കാം എത്ര കിട്ടുമെന്ന്. ഇപ്രാവശ്യം KCBക്കാർ ചതിക്കൂലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ചതിച്ച് കഴിഞ്ഞാൽ ഇന്നും വീഡിയോ വരില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇവിടെ AFK ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യിക്കാം. 2 സ്റ്റാക്കായി. 22-15. ഞാൻ ഇതങ്ങോട്ട് വാങ്ങിച്ചു. അതിന് കുറച്ചാണ് കൊണ്ടുണ്ടെങ്കിൽ നമുക്കില്ലേ ഇത് പറയുന്നത് ഇതെടുക്കാം. അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഇങ്ങോട്ട് ആവിയാക്കാം. മാറുള്ള സൗണ്ട് എഫക്റ്റ്. എപ്പോഴത്തെ പോലെ നമ്മളങ്ങനെ ഡയമണ്ട് ആർമർ പറയുമ്പോൾ 5 മിനിറ്റ് കിട്ടിയില്ലടാ. ഫുൾ സെറ്റപ്പ് ഡയമണ്ട് ആർമർ എന്ന് പറഞ്ഞ് വരത്തില്ലേ? ഇല്ലേ, അതില്ലെന്ന് തോന്നുന്നു. ഇതുണ്ടാക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ നേരത്തൊരു പ്രശ്നം വരുന്നത് അയങ്കോലമാണ്. ലൈക്ക് ഞാൻ അവിടുത്തെ ലാവ എടുത്ത് എന്താ പറയുന്നത് ഇതിനകത്തൊട്ടിട്ടത്തില്ലേ. അപ്പം എന്താ പറയുന്നേ, അയങ്കോലത്തിൽ ചാവാനൊരു സ്ഥലം കിട്ടൂല. അപ്പം എനിക്കതൊരു AFK ഇരിക്കേണ്ടി വരും. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തേക്കാം. പോലത്തെ പടങ്ങിയാവുന്നു. ഫസ്റ്റ് ഈ ഏരിയ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം അതിനായിട്ട് എൻ്റെ ഷവലുണ്ട്. അപ്പം ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏരിയയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോൾഡ്രൺ വെച്ച് തുടങ്ങാം. അപ്പോൾ കോൾഡ്രൺ 10 ഇങ്ങനെ അതിൽ തുടക്കം ഇതൊരെണ്ണം ഉണ്ടാവും. പതിയെ 10 ആയിക്കോളും. ഇങ്ങനെ 10ആയില്ല, 10ആയി. ഇനി ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മണ്ട, എൻ്റെ ഒരു മണ്ടയും കൂടെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മണ്ട. ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു ബ്ലോക്കും കൂടെ മണ്ട കയറിയിട്ട് ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ചുറ്റും കവർ ചെയ്യണം. ഓക്കെ, അതുമായി. ഇനി പിക്കാസ് എടുത്തിട്ട് ഇത് പൊട്ടിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഇനി ഇവിടെ ലാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ താഴെ വീണുള്ളൂ. ഇനി നമ്മുടെ എന്താ പറയുന്നത്, ഇതാണ് മെയിൻ. നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചില്ലെങ്കിൽ, ഈ ഞാൻ വെക്കാവുന്ന ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ലാവ വീഴൂല കഴിച്ച്. അത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും വീഴൂല. ഇത് എൻ്റെ പ്രോമിസ്. അപ്പം ഈ ഒരു സംഭവം, ഇതിൻ്റെ പേരാണ് ഇതിലാവട്ടെ കൈസ്. ഇതിങ്ങനെ വെക്കണം കറക്റ്റ്. മൗസ് കറക്റ്റ് ഇതിൻ്റെ ഇവിടെ. കാര്യം ഇതാണ് ലാവേനെ ഓരിറ്റായി ചെയ്യിപ്പിക്കുന്നത്. പ്രതീക്ഷിക്കണ്ട. ഈ ലാവ എവിടെയാണ് ഇരിക്കുന്നത് ആ കോൾഡാണ് മാത്രം പറയും.
അതായത് ഇവിടെ ലാവ വെച്ചെങ്കിൽ ഇത് മാത്രം നിറയും, ഇത് നിറയൂല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലാവ വെച്ചോളൂ. അപ്പോൾ എവിടെയൊക്കെയാണ് ഒരു ബക്കറ്റ് ലാവ വയ്ക്കുന്നത് അവിടേക്ക് കോഡൗൺ വീഴും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ എനിക്കും മനസ്സിലായില്ല, മനസ്സിലായെങ്കിൽ എനിക്കും മനസ്സിലായി. എനിക്ക് അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ അറിയൂല, അതാണ് വിഷയം. ഇത് വെച്ച് കഴിഞ്ഞ് ഇറ്റണ്ടയാണ് ലാവ, ഇറ്റണ്ടേ നോക്കാം വെയിറ്റ് ചെയ്യാം. ഇറ്റു എനിക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതിലായിട്ടൊന്നും ഫെയിലായിട്ടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യാൻ കഴിച്ചു. ഞാൻ അതൊരു അയങ്കോലത്തിൽ തട്ടിയിട്ട് വരാം. കള്ള അയങ്കോലം അടിക്കുന്നതാണോ എന്നാ റേസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറിയാം ആനിമേഷനും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ ഇതുപോലെ ഇവിടേക്ക് അയങ്കോലത്തിനൊക്കെ തട്ടാം. നിങ്ങളോട്ട് ഇനി നാളെ വാ, നാളെ വീഡിയോ വരുവാന്ന് ആർക്കറിയാം. ടാറ്റാ ബൈ ബൈ.